പ്രൈസ് ദി ലോർഡ്. മരിയ മീഡിയേഷൻ ടീമിൻ്റെ വചനവേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മേഖലകളിൽ വളരെയേറെ ആകുലതയും ഉത്കണ്ഠകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. എന്നാൽ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഉത്കണ്ഠകളൊക്കെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ് ഈ തിരുവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. എന്തെന്നാൽ നമ്മളെക്കുറിച്ച് ശ്രദ്ധയുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം, ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ നമുക്ക് ദൈവപരിപാലനയിൽ ആശ്രയിക്കാം. അവിടുത്തെ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. സങ്കീർത്തനം 121 1 മുതൽ 5 വരെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ദൈവത്തിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. ഈ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ വേദനകൾ എന്തു തന്നെയായാലും അവിടുന്ന് ഏറ്റെടുക്കും. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നു. നമ്മളെ അവഗണിക്കാത്ത ദൈവം. സങ്കീർത്തനം 139-ാം അധ്യായം 1-ാം വാക്യം പറയുന്ന പോലെ, കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. അതെ, നമ്മളെ പരിശോധിച്ചറിയുന്നവനായ ദൈവം. പ്രിയമുള്ളവരെ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരങ്ങൾ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും ശരി, അതിനേക്കാളൊക്കെ വലിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഭാരങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെയും നമുക്ക് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. അവിടുന്ന് നമ്മളെ ഉയർത്തും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇതുപോലെ വേദന അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന, ആകുലപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. മരിയ മീഡിയേഷൻ ടീമിനോടൊപ്പം ഞങ്ങളോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.